നാടൻ വിഭവങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് മുരിങ്ങയില കൊണ്ടാണ് ഇന്നത്തെ 2 ചെറിയ വിഭവങ്ങൾ. വലുതല്ല, ചെറിയ വിഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് മുരിങ്ങയിലോണ്ടൊരു ചമ്മന്തി, മുരിങ്ങയിലോണ്ടൊരു ഓംലെറ്റും. അപ്പോൾ മുരിങ്ങയിലേൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ BP ഉള്ളവർക്ക് ഞാൻ ഈ മുരിങ്ങയുടെ ഇല ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ ചൂടുള്ള ചോറിട്ടിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലതാണ് മുരിങ്ങയിലയും. മുരിങ്ങേൻ്റെ പൂവ്, മുരിങ്ങയുടെ കായ അത്രേ ഗുണങ്ങളുള്ള ഇതാണ്. ഞാൻ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും കഴിക്കാറുണ്ട്. പക്ഷെ കറിയായിട്ടും തോരനായിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഈ കുറച്ച് നാളികേരം തേങ്ങ ചിരകിയിട്ടിട്ടാണ് കേട്ടോ. ഇതൊന്ന് മൂക്കണം. നല്ല ചോപ്പായില്ലെങ്കിൽ ഒന്ന് ഒരു ബ്രൗൺ കളർ ഏകദേശം ആവണം. കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇടുകയാണ് ഞാൻ കേട്ടോ. ഞാനത് ആദ്യം ഇടേണ്ടതാണത്, എണ്ണയിൽ സാരമില്ല. ഞാനത് ഇപ്പോഴാണ് ഓർത്തത്, അതുപോലെ എടുത്തു വെച്ചിരുന്നു, അത് കണ്ടില്ല. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇത്തിരി ഇട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുളി ലേശം ചേർക്കാം. പിന്നെ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. കുറച്ചൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി മുരിങ്ങേൻ്റെ ഇല ഇടാം. മുരിങ്ങേൻ്റെ ഇല ഒന്നങ്ങോട്ട് പാടട്ടെ ചെറുതായിട്ട്. അപ്പോൾ മുരിങ്ങയിൽ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ ഇരിക്കട്ടെ, ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഇതുകൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. മുരിങ്ങയില കൊണ്ട് അതൊന്ന് ചൂടാറട്ടെ. കുറച്ച് സവാള ഇടാം, ചെറുതായി അരിഞ്ഞത്. പച്ചമുളക് ഇടുക. പിന്നെ നമുക്ക് ഞാൻ 2 മുട്ട എടുത്തിരിക്കുന്നു കേട്ടോ. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പും ഒരു 1/2 സ്പൂണോളം ഇടുകയാണ്. 1/2 സ്പൂണിൻ്റെ മേലെ ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ്. ശേഷം കുരുമുളക് പൊടി കുറച്ച് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുരിങ്ങയില കൂടി ഇടാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, തക്കാളി ഇടാം, എല്ലാം ഇടാം കേട്ടോ. ഞാൻ പക്ഷെ മുരിങ്ങയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. മിക്സിൽ 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായാൽ ഇതിലേക്ക് ഒന്ന് വേവട്ടെ. ഇനി ഇതൊന്ന് ഒരു ഭാഗം നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് ശരിയാവും പറയും. ചിലപ്പോൾ വഴുതി പോകും. മറ്റേ സൈഡ് കൂടി ഒന്ന് വേവട്ടെ. അപ്പം മുരിങ്ങയില ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ഓംലെറ്റ്. സ്റ്റവ് ഓഫ് ചെയ്ത് ഞാൻ. അപ്പോൾ മുരിങ്ങയില ഓംലെറ്റും മുരിങ്ങയില കൊണ്ടുള്ള ചമ്മന്തി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ്. ഇങ്ങനെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.